ഫൈനലി ആ ദിവസം എത്തി. എമ്പുരാൻ കാണാൻ പോവുകയാണ്. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ ഈ ഒരു മൂവി കാണാൻ വേണ്ടിയിട്ട്. ഈ ട്രെയിലർ തന്നെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഭയങ്കര വലിയ ഹീല പെയ്യാന്ന് പറഞ്ഞു. എമ്പുരാൻ വരുന്നുണ്ട്. എന്ത് ശാന്തമായ ക്ലൈമറ്റ്. അപ്പോൾ ഒരു കൊടുങ്കാറ്റ് വരണേൻ്റെ മുന്നത്തെ ശാന്തതയാണ്. ഇന്ന് സിയാറ്റലിൽ സീവിയർ തണ്ടർ സ്റ്റോം ആണ്. ഇപ്പം എത്തൂട്ടോ. തണ്ടർ സ്റ്റോം, ഹെയിൽ സ്റ്റോം എന്നൊക്കെ പറഞ്ഞ് വാർണിംഗ് ഉണ്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത്രയും നേരത്തെ എത്തി. 7:30ക്കുള്ള ഷോ ആയിരുന്നു, പക്ഷെ ഞങ്ങൾ എത്തിയപ്പോൾ 5:30 തന്നെയാണ്. അപ്പോൾ കുറച്ച് നേരം കുട്ടികൾക്ക് ബർഗറൊക്കെ വാങ്ങിക്കൊടുത്ത് മോളിലൊക്കെ കുറച്ച് കറങ്ങി കഴിഞ്ഞപ്പോഴേക്കും തിയേറ്ററിൽ എത്താനുള്ള സമയമായി. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു തിയേറ്ററിൽ എത്തി. ലിങ്കൺ സ്ക്വയർ ആയിരുന്നു. അവിടെ എത്തി കുറച്ച് നേരം പുറത്ത് സംസാരിച്ചതിന് ശേഷം പിന്നെ ഞങ്ങളകത്തേക്ക് കയറിയപ്പോൾ തന്നെ ഒരു എന്താ പറയുക, നാട്ടിലുള്ളൊരു തിയേറ്ററിൽ കയറിയ പോലെയായിരുന്നു തോന്നുന്നുണ്ടായിരുന്നത്. ഫുൾ മലയാളീസ് ആയിരുന്നു. അവിടെ നോക്കുമ്പോഴും മലയാളിയായിരുന്നു. അങ്ങനെ പോപ്കോണൊക്കെ വാങ്ങി ഞങ്ങൾ പോയി നിൽക്കുമ്പോൾ ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാനപ്പോൾ എന്നിട്ട് പിന്നെ ഞങ്ങളുടെ തിയേറ്ററിലേക്ക് കയറുകയാണ്. തിയേറ്ററിൽ അത്യാവശ്യം ഫുള്ളായിരുന്നു എല്ലാവരും. ഫ്രണ്ട് റോയിൽ മാത്രം ആൾക്കാരുണ്ടായിരുന്നില്ല, പക്ഷേ ബാക്കിലേക്ക് കംപ്ലീറ്റ്ലി ഫുള്ളായിരുന്നു. അങ്ങനെ മൂവി തുടങ്ങി. മൂവീനെ കുറിച്ച് എന്ത് പറയാനാ, ഒരു ഡയറക്ടർ, ആക്ടർ, ക്യാമറ ബ്രില്യൻസ് ആയിരുന്നു ഈ മൂവി. ഡയറക്ടർ എന്താണ് ഉദ്ദേശിച്ചത് അത് ആക്ടറിന് ഡെലിവർ ചെയ്യാനും അത് കറക്റ്റായിട്ട് എങ്ങനെയാണ് സ്ക്രീനിൽ കാണിക്കണം എന്ന് വിചാരിച്ച് അത് അതുപോലെ ക്യാമറ ഒപ്പിയെടുത്തിട്ടും ഉണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് എ ബ്രില്യൻ വർക്ക്. ഞങ്ങൾക്ക് എല്ലാവർക്കും മൂവി ഒരുപാട് ഇഷ്ടമായി. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണാൻ ശ്രമിക്കണം. അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. നല്ല കിടിലൻ മഴ പെയ്തിട്ടുണ്ട്, കണ്ടറിയാം. ബൈ.